إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم إنما المؤمنون الذين إذا ذكر الله وجلت قلوبهم وإذا تليت عليهم آياته زادتهم إيمانا وعلى ربهم يتوكلون ഏറെ സ്നേഹം നിറഞ്ഞ മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമങ്ങളും നിർദ്ദേശങ്ങളും വിധിവിലക്കുകളുമൊക്കെ നമ്മൾ ജീവിക്കുന്ന ഇടപെടുന്ന ഓരോ സന്ദർഭങ്ങളിലും സൂക്ഷ്മത പുലർത്തി തഖ്വയുള്ളവരായി ജീവിക്കണമേ എന്ന് എന്നോടും നിങ്ങളോടുമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. പരിശുദ്ധ ഖുർആൻ മനുഷ്യരുടെ കൂട്ടത്തിൽ പല തരത്തിലുള്ള വിശ്വാസക്കാരും സ്വഭാവക്കാരുമുണ്ട് എന്ന് പരിചയപ്പെടുത്തുന്നുണ്ട്. അതിൽ വിജയിക്കുന്നവരെക്കുറിച്ച്, ദുനിയാവിലും ആഖിറത്തിലും പരാജയപ്പെടുന്നവരെക്കുറിച്ച്, ദുസ്വഭാവമുള്ളവരെക്കുറിച്ച്, അങ്ങനെ പലതരത്തിലുള്ള ആളുകളെക്കുറിച്ച് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. മുഅ്മിനുകളായ നമ്മളെപ്പറ്റി അല്ലാഹു തആല എടുത്തു പറയുന്നുണ്ട്. ആരാണ് മുഅ്മിനുകളെന്ന്? വിശ്വാസം പൂർത്തിയാകാത്ത മറ്റ് രണ്ട് പ്രധാനപ്പെട്ട വിഭാഗങ്ങളെ മുനാഫിക്കുകളെന്നും മുശ്രിക്കുകളെന്നും പ്രത്യക്ഷത്തിൽ തന്നെ ഖുർആൻ എടുത്തു പറയുന്നുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ വിശ്വാസമാവട്ടെ, സ്വഭാവമാവട്ടെ, അത് ഖുർആൻ പറഞ്ഞ പ്രകാരം അള്ളാഹുവിൻ്റെ തൃപ്തിയും പൊരുത്തവുമൊക്കെ ലഭിക്കുന്ന തരത്തിലാണോ എന്ന് പരിശോധിക്കാൻ നമുക്ക് പ്രചോദനം നൽകുന്ന ഒരുപാട് വചനങ്ങളും ഖുർആനിൽ പരിചയപ്പെടുത്തുന്നുണ്ട്. ആരാണ് മുഅ്മിൻ? എന്താണ് ഒരു മുഅ്മിനിൻ്റെ സ്വഭാവം, ഗുണങ്ങൾ എന്ന് പരിശുദ്ധ ഖുർആനിൽ പലയിടങ്ങളിലായി പരിചയപ്പെടുത്തുന്നു. ചില കാര്യങ്ങൾ മാത്രം ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. സൂറത്തു അൻഫാലിലെ 2-ാമത്തെ ആയത്തിൽ അല്ലാഹു തആല തീർച്ചയായും ഇവരാണ് മുഅ്മിനുകൾ എന്ന് പറഞ്ഞ് തുടങ്ങുന്ന ഒരു വചനമുണ്ട്. ഇന്നമൽ മുഅ്മിനൂനല്ലദീന ഇദാ ദുക്കിറല്ലാഹു വജിലത് ഖുലൂബുഹും. ഒന്ന്, ഈമാനുള്ളവരുടെ, മനസ്സിൽ വിശ്വാസം തെളിഞ്ഞവരുടെ ഒക്കെ ഗുണമായി അല്ലാഹു തആല പറയുന്നത്, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ച് പറയപ്പെട്ടാൽ, ഓർമ്മിക്കപ്പെട്ടാൽ
അതിനുള്ള സന്ദർഭം വന്നാൽ വജിലത്ത് ഖുലൂബുഹും എന്നാണ്. അവരുടെ മനസ്സ് നടുങ്ങും, ഹൃദയം ഒരു പ്രകമ്പനം കൊള്ളും. അള്ളാഹുവേ എന്നുള്ള വിളി കേൾക്കുമ്പോഴാവാം, അള്ളാഹു ഉണ്ടല്ലോ എന്ന ആശ്വാസത്തിന്റെ വചനമാകാം, അള്ളാഹു ഉണ്ടിട്ടോ എന്നൊരു ഓർമ്മപ്പെടുത്തലാവാം. ഇപ്പോഴൊക്കെ ഈ സന്ദർഭങ്ങളിലൊക്കെ നമ്മുടെ മനസ്സ് പടയുന്ന തരത്തിൽ ഈമാൻ നിറക്കപ്പെട്ടവരാണ് യഥാർത്ഥ മുഅ്മിനുകൾ എന്ന് അള്ളാഹു തആല ഓർമ്മപ്പെടുത്തുന്നു. അതിൽ തന്നെ അള്ളാഹു തആല ചേർത്ത് പറയുന്നത് വൈദാ തുലിയത്ത് അലൈഹിം ആയാത്തുഹു സാദത്തുഹും ഈമാനാ എന്ന്. പരിശുദ്ധ ഖുർആനിലെ ആയത്തുകൾ, അതിന്റെ ആശയങ്ങൾ അവരുടെ മനസ്സിലേക്ക് വരുമ്പോൾ, ഓതി കേൾപ്പിക്കപ്പെടുമ്പോൾ അതിന്റെ അർത്ഥം മനസ്സിലായി, അതിന്റെ ഗൗരവം ബോധ്യപ്പെട്ട്, അതിൽ നമ്മൾ എടുക്കേണ്ട നിലപാടുകൾ ബോധ്യപ്പെട്ട്, നമ്മളെ തന്നെ നന്നാക്കേണ്ടതിന്റെ ആവശ്യകത ബോധ്യപ്പെട്ടൊക്കെ ആ ആയത്തുകൾ കേൾക്കുമ്പോൾ അവർക്ക് കൂടുതൽ ഈമാൻ ഉണ്ടാകുമെന്നാണ്, വർദ്ധിക്കുമെന്നാണ് ഖുർആൻ ഓർമ്മിപ്പിക്കുന്നത്. വഅലാ റബ്ബിഹിം യതവക്കലൂൻ. ദുനിയാവിന്റെ ഒരുപാട് സന്ദർഭങ്ങളെ, ജീവിത പ്രതിസന്ധികളെയൊക്കെ അഭിമുഖീകരിക്കുമ്പോൾ എല്ലാം റബ്ബിൽ തവക്കുൽ ചെയ്ത് മുന്നോട്ട് പോകാനുള്ള ഒരു ജീവിതക്രമം ശീലിച്ചവരെ കുറിച്ചാണ് ഇന്നമൽ മുഅ്മിനൂന, ഇവരാണ് തീർച്ചയായും മുഅ്മിനുകൾ എന്ന് പറഞ്ഞ് ഖുർആൻ പരിചയപ്പെടുത്തുന്നത്. ഒന്ന് അല്ലാഹുവിനെ കുറിച്ച് ഓർമ്മിപ്പിക്കപ്പെട്ടാൽ നമ്മുടെ മനസ്സിൽ അതിന്റെ ഒരു മാറ്റം ഉണ്ടാവുക. പരിശുദ്ധ ഖുർആന്റെ ആയത്തുകൾ ഓതിക്കേൾപ്പിക്കപ്പെടുമ്പോൾ നമുക്കതിനനുസരിച്ച് ഈമാൻ വർദ്ധിക്കുക. പ്രയാസങ്ങളിലും പ്രതിസന്ധികളിലും അള്ളാഹുവിൽ തവക്കുൽ ചെയ്ത് മുന്നോട്ട് പോകാൻ കഴിയുക എന്നതാണ് സൂറത്തുൽ അൻഫാലിലെ 2-ാമത്തെ ആയത്തിൽ അല്ലാഹു തആല മുഅ്മിനുകളുടെ വിശേഷണത്തെ പറ്റി ഓർമ്മപ്പെടുത്തുന്നത്. അങ്ങനെ ജീവിക്കുന്ന മുഅ്മിനുകളെ സംബന്ധിച്ചിടത്തോളം ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ, മുഅ്മിനുകൾ വിജയിക്കും, വിജയിക്കുന്നവരാണ് എന്നാണ്. നിങ്ങൾ യഥാർത്ഥ ഈമാൻ ഉൾക്കൊണ്ട് അള്ളാഹു പറഞ്ഞ പ്രകാരം അതിന്റെ സിഫത്തുകൾ ജീവിതത്തിൽ പാലിച്ചാണോ ജീവിക്കുന്നത്, ഖദ് അഫ്ലഹ, തീർച്ചയായും മുഅ്മിനുകളെ നിങ്ങൾ വിജയിക്കുമെന്നാണ്. എന്നിട്ട് സൂറത്തുൽ മുഅ്മിനൂനിൽ കുറേ വിശേഷണങ്ങൾ എടുത്തു പറയുന്നുണ്ട്. അതിലൊന്ന് അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ, അവരുടെ നമസ്കാരത്തിൽ അവർ ഭക്തിയുള്ളവരായിരിക്കുമെന്നാണ്. അലസരായിരിക്കില്ല. എവിടെയാണ് അയാൾ നിൽക്കുന്നത്, എന്താണ് അയാൾ നിർവഹിക്കുന്നത്, എന്താണ് അയാൾ ചൊല്ലിക്കൊണ്ടിരിക്കുന്നത്, ദിക്റാവട്ടെ, ആയത്തുകളാവട്ടെ, അതിന്റെ സൂറത്തുകളാവട്ടെ, പ്രാർത്ഥനകളാവട്ടെ, അതിന്റെ പൊരുളറിഞ്ഞ് അള്ളാഹുവിൽ ഭയപ്പെട്ടവർ നമസ്കരിക്കുന്നു എന്നാണ് മുഅ്മിനുകളുടെ മറ്റൊരു വിശേഷണം ഖുർആൻ ഓർമ്മിപ്പിക്കുന്നുണ്ട്. മറ്റൊരായത്തിൽ അല്ലാഹു തആല പഠിപ്പിക്കുന്നത് ഇന്നമാ വലിയുക്കുമുല്ലാഹ്, ഇന്നമാ വലിയുക്കുമുല്ലാഹു വറസൂലുഹു വല്ലദീന ആമനു. ആരാണ് നിങ്ങളുടെ മിത്രമാക്കാൻ പറ്റിയത്, നിങ്ങളുടെ ഏറ്റവും അടുത്ത ഫ്രണ്ടാകാൻ പറ്റിയത്, നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നവർ ആരാണ് എന്ന് പറഞ്ഞ് അല്ലാഹു പറയണം, ഒന്ന് അല്ലാഹ്. അള്ളാഹിനെ നിങ്ങൾക്ക് വിശ്വസിക്കാമെന്നാണ്. അള്ളാഹുവിൽ നിങ്ങൾക്ക് വിശ്വാസം അർപ്പിക്കാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏറ്റവും മിത്രമായി സ്വീകരിക്കാൻ, നിങ്ങളുടെ ജീവിതത്തിൽ പരാജയം സംഭവിക്കാതെ യഥാർത്ഥ വിജയത്തിലേക്ക് നിങ്ങൾക്ക് പോകാൻ നിങ്ങൾക്ക് ഏറ്റവും അടുത്ത ഫ്രണ്ടായി, സുഹൃത്തായി, ആത്മമിത്രമായി, ഒരു നേതാവായി നിങ്ങൾക്ക് സ്വീകരിക്കാൻ പറ്റുന്നത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അള്ളാഹിനെ നിങ്ങൾക്ക് വിശ്വസിക്കാം, റസൂലുള്ളാഹിനെ നിങ്ങൾക്ക് ആത്മമിത്രമായി സ്വീകരിക്കാം. പിന്നെ പറയുന്നത് വല്ലദീന ആമനു എന്നാണ്, മുഅ്മിനുകളെയും നിങ്ങൾക്ക് മിത്രമായി സ്വീകരിക്കാമെന്നാണ്. അപ്പോ അവിടെ നമ്മുടെ വിശ്വാസ്യതയെ കുറിച്ചാണ് ചോദ്യം ചെയ്യപ്പെടുന്നത്. നമ്മളെ വിശ്വസിച്ച് എത്രയോ ആളുകൾ ചതിയിൽ പെട്ടുപോയിട്ടുണ്ട് എങ്കിൽ, നമ്മുടെ വാക്ക് വിശ്വസിച്ചവർ, നമ്മുടെ പ്രവൃത്തിയിൽ വിശ്വസിച്ചവർ, നമ്മളൊരു കാര്യം പറഞ്ഞ് വിശ്വസിച്ചവർ, നമ്മളൊരു കാര്യം പറഞ്ഞ് വിശ്വസിപ്പിച്ചവർ, അങ്ങനെ മുഅ്മിനുകളാണല്ലോ, ഒരു മുഅ്മിനാണല്ലോ, ഒരു മുസ്ലിമാണല്ലോ എന്ന നിലയ്ക്ക് ഒരു ആദർശ ബന്ധത്തിന്റെ പേരിൽ, സുഹൃത്ത് ബന്ധത്തിന്റെ പേരിൽ നമ്മളെ വിശ്വസിക്കാൻ പറ്റുമെന്നാണ് ഖുർആൻ പറയുന്നത്. നമ്മൾ അതിനു മാത്രം മികച്ചവരായിട്ടുണ്ടോ എന്ന് ഞാനും നിങ്ങളും ആത്മപരിശോധന നടത്തേണ്ടതുണ്ട്. ഖുർആൻ പറയുന്നത് അള്ളാഹിനെ നിങ്ങൾക്ക് വിശ്വസിക്കാം, റസൂലുള്ളാഹിനെ നിങ്ങൾക്ക് വിശ്വസിക്കാം, മുഅ്മിനുകളെയും നിങ്ങൾക്ക് വിശ്വസിക്കാമെന്നാണ്. നമ്മൾ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ ആ നിലക്ക് ഉയർന്ന നിലവാരം പുലർത്തുന്ന ആളുകളായി മാറിയിട്ടുണ്ടോ എന്ന് നമ്മൾ ആലോചിച്ചു നോക്കുക. അല്ലദീന യുഖീമൂന സ്വലാ, അവരെ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നതിന്റെ ഒരു ഗുണം അവരുടെ നമസ്കാരം കൃത്യമാണ്, കറക്റ്റാണ്, അവരത് കൃത്യമായി നിർവഹിക്കുന്നുണ്ട്. വയുത്തൂന സക്കാത്ത്, സക്കാത്തും അവർ കൃത്യമായി കൊടുത്ത് അതിന്റെ ബാധ്യത നിറവേറ്റുന്നുണ്ട്. വഹും റാക്കിഊൻ, അവർ അള്ളാഹുവിൽ റുക്കൂയിൽ നിൽക്കുന്നവരാണ്, എന്നാൽ അള്ളാഹുവിൽ വിനയപ്പെട്ടവർ കൂടിയാണ് എന്ന് ഖുർആൻ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. നമ്മളെ പറ്റിയാണ് ഈ പറയുന്നത്. അതിന് മാത്രമുള്ള ഗുണങ്ങൾ നമ്മൾ സ്വായത്തമാക്കിയിട്ടുണ്ടോ എന്ന് നമ്മൾ ഓരോരുത്തരുമാണ് പരിശോധിക്കേണ്ടത്. ചില ഹദീസ് വചനങ്ങൾ കൂടി അതിന്റെ ഭാഗമായി
നമ്മൾ മനസ്സിലാക്കിയാൽ നമ്മൾ എവിടെ നിൽക്കുന്നു എന്ന് നമുക്ക് ബോധ്യപ്പെടും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യുഅ്മിനു അഹദുക്കും ഹത്താ യുഹിബ്ബ ലി അഖീഹി മാ യുഹിബ്ബു ലി നഫ്സിഹി എന്നാണ്. നിങ്ങളുടെ ഈമാൻ പൂർത്തിയാകുന്നില്ല, നിങ്ങളുടെ സഹോദരന്, മറ്റൊരു മുഅ്മിനിന് നിങ്ങൾക്ക് എന്തൊക്കെ ഹൈറുണ്ടാകുന്നുവോ അതെല്ലാം അയാൾക്കും ഉണ്ടാവട്ടെ എന്ന് നിങ്ങൾ ആഗ്രഹിക്കാത്തിടത്തോളം കാലം നിങ്ങളുടെ ഈമാൻ പൂർത്തിയാകുന്നില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. കുടുംബ ബന്ധങ്ങളിൽ നമ്മൾ എടുത്തു നോക്കുക, രക്തബന്ധുക്കളിൽ നമ്മൾ എടുത്തു നോക്കുക, സംഘടനാ ആദർശ ബന്ധുക്കളിൽ നമ്മൾ എടുത്തു നോക്കുക, വേണ്ട മുഅ്മിനുകൾ എന്ന നിലയ്ക്ക് പരസ്പരമുള്ള നമ്മുടെ ബന്ധങ്ങളെ എടുത്തു നോക്കുക. അയാൾക്കുണ്ടാകുന്ന ഗുണങ്ങളെ, നന്മകളെ നമുക്ക് മനസ്സമാധാനത്തോടുകൂടി കാണാൻ കഴിയുന്നുണ്ടോ? മറ്റൊരാൾക്കൊരു നന്മയുണ്ടായി എന്ന് കേൾക്കുമ്പോൾ അൽഹംദുലില്ലാഹ്, അള്ളാഹ് കൂടുതൽ ബർക്കത്ത് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കാൻ മാത്രമുള്ള വിശാലമായ മനസ്സ് നമുക്കുണ്ടോ? അതല്ല, കിബറും അസൂയയും കൊണ്ട്, അതിൽ അസ്വസ്ഥത കൊണ്ട്, അയാൾക്ക് കിട്ടിയ നന്മയിൽ ആകെ അസൂയപ്പെട്ട അസ്വസ്ഥതയിലാണോ നമ്മുടെ മനസ്സ്? എങ്കിൽ നമ്മുടെ ഈമാൻ നമ്മൾ പുനഃപരിശോധിക്കേണ്ടതുണ്ട്. പൂർത്തിയാകാത്ത ഒരു ഈമാനിന്റെ വക്താക്കളായാണ് നമ്മൾ ജീവിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് നമ്മൾ ആളുകളെ ഇഷ്ടപ്പെടുക, തന്റെ സഹോദരനെ ഇഷ്ടപ്പെടുക, നമുക്കുള്ളതൊക്കെ അയാൾക്കും ഉണ്ടാകട്ടെ എന്ന നിലക്ക് വളരെ ആത്മാർത്ഥമായ സ്നേഹം അയാളോട് ഉണ്ടാവുക എന്നത് ഈമാനിന്റെ ലക്ഷണമായാണ് ഖുർആൻ പഠിപ്പിക്കുന്നത്. മറ്റൊരു വചനത്തിൽ അല്ലാഹു തആല പറഞ്ഞു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ മുഅ്മിനു മൻ അമിനഹു നാസു അലാ ദിമാഇഹിം വ അംവാലിഹിം എന്നാണ്. ആരാണ് ഈമാനുള്ളവൻ, ആരാണ് യഥാർത്ഥ മുഅ്മിൻ? ജനങ്ങൾ തങ്ങളുടെ ജീവനും സ്വത്തിനുമൊക്കെ സുരക്ഷിതനായി കാണുന്ന ഒരു വ്യക്തിയാണെന്നുള്ളതാണ്. നമ്മളെപ്പറ്റി, നമ്മുടെ കൂടെ ജീവിക്കുന്നവർ, നമ്മുടെ നാട്ടുകാർ, സുഹൃത്തുക്കൾ, കുടുംബക്കാർ, അയാൾ എൻ്റെ അഭിമാനത്തിന് ഒരു ക്ഷതവും വരുത്തൂല എന്ന് വിശ്വസിക്കാൻ ഉറപ്പുള്ളവർ, അയാൾ എൻ്റെ സ്വത്തിനോ എൻ്റെ ജീവനോ എൻ്റെ കുടുംബ ജീവിതത്തിനോ അല്ലെങ്കിൽ വ്യക്തിപരമായ ജീവിതത്തിനോ ഒരു അപകടവും വരുത്താത്തവനാണ് എന്ന് നമുക്കൊരാളെ പറ്റി വിശ്വസിക്കാൻ കഴിയുന്നവർ, അയാളാണ് യഥാർത്ഥ മുഅ്മിൻ എന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മിപ്പിക്കുന്നത്. നമുക്ക് ആ നിലക്ക് ഉയർന്ന് ചിന്തിക്കാൻ കഴിയുന്നുണ്ടോ? നിലവാരം പുലർത്തി ജീവിക്കാൻ കഴിയുന്നുണ്ടോ എന്ന് നമ്മൾ നമ്മുടെയൊക്കെ ജീവിതത്തെ വിലയിരുത്തി ആലോചിക്കേണ്ടതാണ്. അൽ മുഅ്മിനു ലിൽ മുഅ്മിനി കൽ ബുനിയാൻ യശുദ്ദു ബഅ്ദുഹു ബഅ്ദൻ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഒരു മുഅ്മിന് മറ്റൊരു മുഅ്മിൻ അടുത്തുണ്ടെങ്കിൽ സന്തോഷമാണ്. കാരണം ഒരു കെട്ടിടത്തിന്റെ ചുമരുകൾ അടുക്കി വെച്ച കല്ലുകൾ പോലെ, ഒരു കെട്ടിടത്തിന്റെ കല്ലുകൾ എത്രമാത്രമാണ് ആ കെട്ടിടത്തിന് ഉറപ്പ് നൽകുന്നത്. അങ്ങനെ ചേർന്ന് നിൽക്കേണ്ടവർ, ചേർത്ത് നിർത്തേണ്ടവർ, അങ്ങനെ കെട്ടുറപ്പിൽ വിള്ളലുണ്ടാക്കുന്നവരല്ല, അങ്ങനെ അകന്നു നിൽക്കുന്നവരല്ല, അതങ്ങനെ ചേർത്ത് നിന്ന് അതൊരു പ്ലാസ്റ്റർ ചെയ്ത് സെറ്റാക്കിയാൽ എങ്ങനെ ഉറപ്പുണ്ടാവും? അതുപോലെ പരസ്പരം ചേർത്ത് നിൽക്കേണ്ടവരും ചേർന്ന് നിൽക്കേണ്ടവരും ഒക്കെയാണ് മുഅ്മിനുകൾ ഒരു കെട്ടിടത്തിനെ പോലെ എന്ന്, പരസ്പരം ശക്തി പകരേണ്ടവരാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മിപ്പിക്കുന്നു. നമുക്കതിന് സാധിക്കാറുണ്ടോ? നമ്മൾ ആലോചിക്കുക. അങ്ങനെ ചേർത്ത് നിർത്തേണ്ടവരെ ചേർത്ത് നിർത്തേണ്ടവിടത്ത് നമ്മുടെ ഈമാൻ ജ്വലിച്ചു നിൽക്കുന്നുണ്ടോ? അങ്ങനെ ചേർന്ന് നിൽക്കേണ്ട ഒരു സാഹചര്യം വന്നാൽ പലതരത്തിലുള്ള ഈഗോയും വർക്ക് ചെയ്ത് അതിൽ നിന്ന് അകലാനാണോ? ആ കെട്ടിടത്തിന്റെ ശക്തി ക്ഷയിപ്പിക്കാനാണോ? ആ കുടുംബത്തിന്റെ ശക്തി തകർക്കാനാണ് നമ്മൾ ശ്രമിക്കാറുള്ളത്? ഈമാനുള്ളവനെ സംബന്ധിച്ചിടത്തോളം ഒരു അവസരം കിട്ടിയാൽ അതെങ്ങനെങ്കിലും നന്നായി പോകണം, നന്നാക്കണമെന്ന് ആഗ്രഹിക്കുമെന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ ഓർമ്മിപ്പിക്കുന്നത്. നമ്മളെ പറ്റിയാണ് ഈ വിശേഷണങ്ങൾ പരിശോധിക്കാൻ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. നമ്മളാണ് ആലോചിക്കേണ്ടതും, നമ്മളാണ് നന്നാക്കേണ്ടതും തിരുത്തേണ്ടതും. മെച്ചപ്പെട്ട ഒരു മുഅ്മിനായി നമ്മൾ സമൂഹത്തിൽ ജീവിക്കുക എന്നതാണ് പ്രധാനപ്പെട്ടത്. മറ്റൊരു വിഭാഗത്തെ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നത് മുനാഫിക്കുകളെ കുറിച്ചാണ്. എന്താണ് അവരുടെ പ്രശ്നമായി, അവരുടെ പരാജയപ്പെടാനുള്ള കാരണങ്ങളായി ഖുർആൻ ഓർമ്മിപ്പിക്കുന്നത്? വൈദാ ലഖുല്ലദീന ആമനൂ ഖാലൂ ആമന്ന. മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ വരുമ്പോ, മുഅ്മിനുകളുടെ കൂട്ടത്തിലൊക്കെ ആവുമ്പോ നല്ലൊരു ഒന്നാം നമ്പർ മുസ്ലിമും മുഅ്മിനും അയാളായിരിക്കും. ഖാലൂ ആമന്ന, ഞങ്ങൾ ഇതാ ഈമാനുള്ളവരാണ്, അള്ളാഹുവിൽ വിശ്വസിച്ചിരിക്കുന്നു, നല്ല മുഅ്മിനാണ് എന്നവർ പറയും. വിശ്വാസികൾ അത് ബോധ്യപ്പെടുത്തും. പക്ഷേ വൈദാ ഖലൗ ഇലാ ശയാതീനിഹിം ഖാലൂ ഇന്നാ മഅക്കും. മറ്റുള്ളവരുടെ ഇടയിലേക്ക്, ഈമാനൊക്കെ ഉപേക്ഷിക്കുന്ന ശൈത്താനിയത്തുള്ള ആളുകളുടെ ഇടയിലേക്ക് പോയാൽ അവർ പറയും, ഞങ്ങളെ പോലെ പരിഹസിക്കാൻ പോയതാണ്, ഞങ്ങൾ യഥാർത്ഥ മുഅ്മിനുകളൊന്നും ആയിട്ടൊന്നുമില്ല, ഞങ്ങൾ ശരിക്കും നിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ടവരാണ് എന്ന് പറയുമെന്നാണ്. ഈമാൻ ഉറക്കാത്ത ആളുകളെ കുറിച്ച്, നിഫാഖുള്ളവരെ കുറിച്ചാണ് ഖുർആൻ ഇവിടെ ഓർമ്മപ്പെടുത്തിയത്. ഇന്നൽ മുനാഫിഖീന ഫിദ്ദർക്കിൽ അസ്ഫലി മിനൻ നാർ. അത്തരക്കാർ അറിയേണ്ടത് എന്താണ്? പരിശുദ്ധ ഖുർആൻ സൂറത്തുൻ നിസായിലെ 145-ാമത്തെ ആയത്തിൽ നമ്മൾ ഓർമ്മിപ്പിക്കുകയാണ്. മുനാഫിക്കുകൾ നരകത്തിന്റെ ഏറ്റവും താഴ്ന്ന തട്ടിലായിരിക്കുമെന്ന് ഖുർആൻ ഓർമ്മിപ്പിക്കുകയാണ്. ഏറ്റവും അടിത്തട്ടിൽ പെട്ടുപോകുന്നവരാണ് നിഫാഖുമായി കഴിഞ്ഞുകൂടുന്നവർ. എന്താ അങ്ങനെ പെടാൻ കാരണം? യുഖാദിഊന അല്ലാഹ വല്ലദീന ആമനു. അവർ അല്ലാഹുവിനെ വഞ്ചിച്ചുകൊണ്ടിരിക്കുന്നു,
മുഅ്മിനുകളെയും വഞ്ചിച്ചുകൊണ്ടിരിക്കുന്നു. ഞങ്ങൾ ഇതിന്റെ കൂട്ടത്തിലാണെന്ന് പറഞ്ഞ എല്ലാ ആനുകൂല്യം അവർ പറ്റുന്നുണ്ടാവും, പക്ഷെ യഥാർത്ഥത്തിൽ അവർ ഈമാൻ ഉള്ളവരായിട്ടില്ല എന്ന് ഖുർആൻ ഓർമ്മിപ്പിക്കുകയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു വചനം എപ്പോഴും നമ്മുടെ ശ്രദ്ധയിലുള്ള ഒരു വചനമുണ്ടല്ലോ, ആയത്തുൽ മുനാഫിഖി സലാത്ത്. നമുക്കൊരു മുനാഫിക്കിനെ കുറച്ചുകൂടി മനസ്സിലാക്കാൻ എളുപ്പം എന്താണ്? ഇദാ ഹദ്ദസ കദബ, സംസാരിച്ചാൽ കളവ് പറയും. വാക്സാമർത്ഥ്യം കൊണ്ട് ചിലപ്പോ നമ്മളെ കെണിയിൽ വീഴ്ത്തുന്നവരായിരിക്കും. അയാളുടെ വാക്ക് കേട്ട് നമ്മൾ വിശ്വസിച്ചു പോകും. അങ്ങനെ നിങ്ങളോട് സംസാരിക്കുന്ന മനുഷ്യരുണ്ട്, പക്ഷെ കളവായിരിക്കുമെന്നാണ്. കളവ് പറഞ്ഞ് രക്ഷപ്പെടുന്ന മനുഷ്യർ. അതുപോലെ തന്നെ പറഞ്ഞു വൈദ വഅദ ഖലഫ, ഒരു കരാറ് പറഞ്ഞാൽ അത് ലംഘിക്കുന്ന ആളുകൾ. ഞാൻ ആ സമയത്ത് വരാം, ഞാൻ ഈ സമയത്ത് ചെയ്യാം, ഞാൻ ഇത്ര നൽകാം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കരാർ ഏർപ്പെടുന്ന കുറെ സംഗതികൾ ഉണ്ടാവും. ഞാനത് ചെയ്തോളാം, ഞാനത് ഇങ്ങനെയൊക്കെ ആക്കിക്കോളാം എന്നൊക്കെ പറഞ്ഞ് വാക്ക് പറഞ്ഞവർ, ആ വാക്കുകൾ ഒരു ലജ്ജയും ഇല്ലാതെ ലംഘിക്കുന്നവരെ കുറിച്ചാണ് നിഫാഖുള്ളവനാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മിപ്പിച്ചത്. നിങ്ങൾ അയാളെ വിശ്വസിച്ചോ, അത് ഉറപ്പാക്കി മനസ്സിലാക്കിയാൽ പോലും അയാൾ ചതിക്കുമെന്നാണ് അവരുടെ ലക്ഷണങ്ങളായി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ചില ആൾക്കാരുടെ ഭയങ്കര ആത്മമിത്രങ്ങളായിരിക്കും, പക്ഷെ തെറ്റിയാ പിന്നെ തമ്മിൽ കണ്ടുകൂടാത്തവരാകും. എല്ലാ പരസ്പര തെറികളും വിളിക്കും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു വൈദാ ഹാസമ ഫജറ, നല്ല കമ്പനിയായി നടന്നവരായിരിക്കും, പരസ്പരം വിശ്വാസികളായി കൂടിയവരായിരിക്കും, നല്ല കമ്പനിയായിട്ട് കച്ചവടം ചെയ്തവരായിരിക്കും, പല നിലക്ക് ഒരു കുടുംബത്തിൽ അങ്ങനെ സ്നേഹബന്ധമുള്ളവരായിരിക്കും. പക്ഷെ തമ്മിൽ എന്തോ ഒരു കാരണം ഉണ്ടായി, തെറ്റാനൊരു കാരണം ഉണ്ടായി. പക്ഷേ തെറ്റിയപ്പോ പരസ്പരം സുഹൃത്തുക്കൾ എന്ന നിലക്ക് ഒരുപാട് സ്വകാര്യതകളൊക്കെ പങ്കുവച്ചിട്ടുണ്ടാവും. പക്ഷെ അതൊക്കെ പരസ്പരം വിളിച്ചു പറഞ്ഞ് ആളുകളെ വഷളാക്കി പരസ്പരം ചീത്ത വിളിച്ച് അങ്ങനെ അതിരുവിട്ട് പെരുമാറുന്ന തരത്തിലുള്ള ആളുകൾ ഉണ്ടാകുമെന്നാണ്. ഇതൊക്കെ നിഫാഖിന്റെ ഭാഗമാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ ഓർമ്മിപ്പിക്കുകയാണ്. മാത്രമല്ല റസൂൽ പറഞ്ഞു അസ്ഖലുസ് സ്വലാത്തി അലൽ മുനാഫിഖീന സ്വലാത്തുൽ ഇശാഇ വൽ ഫജ്ർ, മുനാഫിക്കുകൾക്ക് ഏറ്റവും ഭാരമുള്ള നിസ്കാരം ഏതാണ്? അവര് ളുഹുറും അസ്റും മഗ്രിബിനൊക്കെ സജീവമായിരിക്കും. കാരണം മുഅ്മിനുകളുടെ കൂട്ടത്തിലാണെന്ന് അവരെ ബോധ്യപ്പെടുത്താനല്ലോ. അവർക്ക് യഥാർത്ഥത്തിൽ ഈമാൻ ഇല്ല, അതുകൊണ്ട് തന്നെ അവരെ സുബഹിക്കോ ഇശാക്കോ അവരെ കാണൂല എന്നുള്ളതാണ്. അതവർക്ക് വലിയ ഭാരമായിരിക്കുമെന്നാണ്, ഒരു കനം മാരിയായിരിക്കും. അവർക്കത് നിസ്കാരം എന്തോ ഒരു ഇടങ്ങേറ് പോലെ ആയിരിക്കും. സ്വലാത്തുൽ ഇശാഇ വൽ ഫജ്ർ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മിപ്പിക്കുകയാണ്. ഇപ്പൊ നിഫാഖ് സംഭവിക്കാതെ യഥാർത്ഥ മുഅ്മിനുകളാകാനുള്ള കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ആ നിലക്ക് നമ്മുടെ ജീവിതത്തെ നമ്മൾ ഇടയ്ക്ക് പരിശോധിക്കുകയും പോരായ്മകൾ പരിഹരിക്കാൻ ശ്രമിക്കുകയും തൗബ ചെയ്ത് അല്ലാഹുവിലേക്ക് മടങ്ങി നമ്മുടെ ജീവിതത്തെ നമ്മൾ പരിശുദ്ധമാക്കുകയും ചെയ്യുക. അല്ലാഹു തആല നമ്മയൊക്കെ അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമേ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. പരിശുദ്ധ ഖുർആൻ മുഅ്മിനുകളെയും മുനാഫിക്കുകളെയും നമുക്ക് പരിചയപ്പെടുത്തി തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ മൂന്നാമതൊരു വിഭാഗത്തെ ഖുർആൻ പരിചയപ്പെടുത്തുന്നത് മുശ്രിക്കുകളെ കുറിച്ചാണ്. ജീവിതത്തിൽ ശിർക്ക് സംഭവിച്ചു പോയാൽ നിങ്ങൾക്ക് എന്ത് സംഭവിക്കുമെന്ന് ഖുർആൻ വളരെ ഗൗരവത്തിൽ ഓർമ്മിക്കുന്നുണ്ട്. ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി, ശിർക്ക് ചെയ്തവനെ, തൗബ ചെയ്തവൻ മടങ്ങാതെയാണ് മരിക്കുന്നത് എങ്കിൽ അയാളുടെ ഇസ്തിഗ്ഫാർ അയാൾക്ക് പിന്നെ ഇല്ല. അയാളുടെ തൗബ ചെയ്യാതെയാണ്, അയാൾ ശിർക്ക് ചെയ്തുകൊണ്ടാണ് മരിക്കണമെങ്കിൽ പിന്നെ പരലോകത്ത് എന്തെങ്കിലും ഒരു റഹ്മത്ത് അയാൾക്ക് കിട്ടൂല എന്നുള്ളതാണ്. മറ്റുള്ള തെറ്റുകളൊക്കെ ചിലപ്പോൾ നമ്മുടെ അമലുകൾ കൊണ്ടോ അള്ളാഹുവിന്റെ റഹ്മത്ത് കൊണ്ടോ ഒക്കെ മറ്റുള്ളവരുടെ ചില ദ്വാകൾ കൊണ്ടോ ഒക്കെ നമുക്ക് വീട്ടപ്പെടാവുന്ന, പരിഹരിക്കപ്പെടാവുന്ന തെറ്റുകളായിരിക്കും. പക്ഷെ ശിർക്ക് ജീവിതത്തിൽ സംഭവിച്ച് ആ നിലക്കാണ് നമ്മൾ മരിക്കുന്നത് എങ്കിൽ പ്രിയപ്പെട്ടവരെ, അള്ളാഹു അത് പൊറുക്കുകയില്ല എന്ന് കൃത്യമായി ഖുർആൻ നമ്മളെ പഠിപ്പിക്കുകയാണ്. ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി, ശിർക്ക് സംഭവിച്ചാൽ അള്ളാഹുവിൽ പങ്കു ചേർക്കുന്നത് അവൻ പൊറുക്കുകയില്ല എന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. മാത്രമല്ല കുറച്ചുകൂടി ഗൗരവത്തിൽ അത് ഖുർആൻ പറഞ്ഞു, ഇന്നഹു മൻ യുശ്രിക് ബില്ലാഹ്, ആരാണോ അള്ളാഹുവിൽ ശിർക്ക് ചെയ്യുന്നത് ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന, അയാളുടെ സ്വർഗം ഹറാമാക്കപ്പെട്ടു എന്നാണ്, സ്വർഗം അയാൾക്ക് നിഷിദ്ധമാക്കപ്പെട്ടു എന്ന് ഖുർആൻ വളരെ ഗൗരവത്തിൽ പറഞ്ഞു. മാത്രമല്ല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു കൊടുക്കുകയാണ്. സൂറത്ത് സുമറിലെ 65-ാമത്തെ ആയത്തിൽ പറയുന്നു, വലഖദ് ഊഹിയ ഇലൈക വഇലല്ലദീന മിൻ ഖബ്ലിക ലഇൻ അശ്റക്ത ലയഹ്ബതന്ന അമലുക വലതകൂനന്ന മിനൽ ഖാസിരീൻ.
റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, താങ്കൾക്ക് ഇതാ നാം വഹി നൽകുന്നു. അള്ളാഹ് റസൂലിന് വഹി കൊടുക്കുകയാണ്. എന്നിട്ടായി പറയാണ്, വൈലല്ലദീന മിൻ ഖബ്ലിക, താങ്കളുടെ മുൻകഴിഞ്ഞു പോയ എല്ലാ പ്രവാചകന്മാർക്കും ഈ വഹി നൽകിയിട്ടുണ്ട്. എന്താണ് അതിന്റെ ഗൗരവമുള്ള വിഷയം? ലൈൻ അശ്റക്ത, താങ്കളുടെ ജീവിതത്തിലാണെങ്കിൽ പോലും ശിർക്ക് സംഭവിച്ചു പോയാൽ, റസൂലേ താങ്കളാണ് ശിർക്ക് ചെയ്യുന്നത് എങ്കിൽ പോലും, ലയഹ്ബത്തുന്ന അമലു, താങ്കളുടെ അമലുകളൊക്കെ പൊളിഞ്ഞു പോകും. വലതകൂനന്ന മിനൽ ഖാസിരീൻ, താങ്കൾ നഷ്ടക്കാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുകയും ചെയ്യും എന്ന് ഖുർആൻ ഓർമ്മിപ്പിക്കുകയാണ്. റസൂലുള്ളാഹിനോട് പോലും അത്ര ഗൗരവത്തിൽ ഓർമ്മിപ്പിക്കുകയാണ്. മാത്രമല്ല റസൂലുള്ളാഹി പറഞ്ഞാൽ, ഇജ്തനിബു സബഅൽ മുബിഖാത്ത്, സബഉൽ മുബിഖാത്ത്, 7 മഹാപാപങ്ങളെ നിങ്ങൾ വെടിയുക. അതിൽ ഒന്നാമതായി പറഞ്ഞ ശിർക്കു ബില്ലാഹ്, അള്ളാഹുവിൽ പങ്കു ചേർക്കുന്നതാണ് ഏറ്റവും മഹാപാപം എന്ന് ഓർമ്മിപ്പിച്ചു. അതുകൊണ്ട് അതിന്റെ ഗൗരവം നമ്മൾ ഓർക്കുക. ശിർക്ക് സംഭവിച്ചാൽ അയാൾ മുശ്രിക്കാകും. ആ മുശ്രിക്കുകൾക്ക് സ്വർഗം നിഷിദ്ധമാക്കപ്പെട്ടു എന്നാണ് ഓർമ്മിപ്പിച്ചത്. ശിർക്ക് 2 വിധത്തിലുണ്ട്. അക്ബർ ശിർക്ക് എന്ന് പറഞ്ഞത് അള്ളാഹുവിൽ പങ്കു ചേർക്കുക എന്നുള്ളതാണ്. അതിലേറ്റവും ചെറിയ ശിർക്ക് എന്താണ്? ആളെ കാണിക്കാൻ വേണ്ടി അമല് ചെയ്യുക എന്നുള്ളതാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, ഇന്ന അഖ്വഫ മാ അഖാഫു അലൈക്കും അശ്ശിർക്കുൽ അസ്ഗർ, നിങ്ങളിൽ സംഭവിക്കുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നത് അസ്ഗർ ശിർക്കാണ്. ചെറിയ ശിർക്ക് നിങ്ങളിൽ സംഭവിക്കുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. സഹാബത്ത് ചോദിച്ചു, റസൂലുള്ളാഹി എന്താണ് ഈ ചെറിയ ശിർക്ക് എന്ന് പറഞ്ഞാൽ? റിയ, ആളുകളെ കാണിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യാം. ആൾക്കാരുടെ ഇടയിൽ സൽകീർത്തി ഉണ്ടാകണം എന്ന് വിചാരിച്ചിട്ട്, ആളുകളിനെ പറ്റി നല്ലത് പറയണം എന്ന് വിചാരിച്ച് നമ്മൾ ഇഖ്ലാസ് ഇല്ലാതെ, നിയ്യത്ത് ശരിയാകാതെ അമല് ചെയ്യാം. നിസ്കാരാവാം, ഇബാദത്തുകളാവാം, സദഖയാകാം, മറ്റ് എന്തൊരു അമലാവട്ടെ, എല്ലാം ബിസ്മി ചൊല്ലിയത് അള്ളാഹ്ക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്താൽ നമുക്ക് പ്രതിഫലം കിട്ടും. പക്ഷേ അത് ആളുകളെ കാണിക്കാൻ വേണ്ടി ആകുമ്പോൾ അത് പ്രതിഫലം നഷ്ടപ്പെടുന്നു എന്ന് മാത്രമല്ല, അത് കുറ്റകരമായി തീരുമെന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് യഥാർത്ഥ മുഅ്മിനുകളാകാൻ നമ്മൾ പരിശ്രമിക്കുക. നമ്മളതിനെക്കുറിച്ച് പഠിക്കുകയും ഓരോന്ന് ശരിയാക്കി കൊണ്ടുവന്ന് നല്ല ഈമാനുള്ളവരായി നമ്മൾ മാറുക എന്നുള്ളതാണ് പ്രിയപ്പെട്ടവരെ. നമ്മൾ പലപ്പോഴും മറ്റുള്ളവന്റെ ഈമാൻ പരിശോധിക്കാനായിരിക്കും നമുക്ക് തിരക്ക്. അയാളുടെ വിശ്വാസം, അയാളുടെ ആചാരം, അയാളുടെ പ്രവർത്തനങ്ങൾ, അതിലൊക്കെ കുറ്റങ്ങൾ പലപ്പോഴും നമ്മൾ കണ്ടെത്താൻ ശ്രമിക്കും. പക്ഷെ അവനവന്റെ കാര്യം നമ്മൾ മറന്നുപോരും. നമ്മുടെ ഈമാൻ ശരിയല്ലെങ്കിൽ നമുക്ക് നാളെ പരലോകത്ത് രക്ഷ കിട്ടൂല എന്നുള്ളതാണ്. നിഫാഖില്ലാതെ, ശിർക്ക് സംഭവിക്കാതെ ഏറ്റവും നല്ല മുഅ്മിനായി, മുവഹ്ഹിദുകളായി നമുക്ക് മാറേണ്ടതുണ്ട്. അതിന് നമ്മൾ നന്നായി പരിശ്രമിക്കുക, നന്നായി പ്രാർത്ഥിക്കുകയും ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല ഈമാനുള്ള യഥാർത്ഥ മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ നമ്മെയും നമ്മുടെ കുടുംബാംഗങ്ങളെയും ഒക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, ഒരുപാട് ആളുകൾ പ്രത്യേകം ദുആ ചെയ്യാൻ വേണ്ടി വസിയത്ത് ചെയ്തിട്ടുണ്ട്. അടുത്ത ദിവസങ്ങളിലായി ആശുപത്രിയിൽ സർജറിക്ക് വിധേയമാവേണ്ട ഒരു സഹോദരന് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ആശുപത്രികളിലും ചികിത്സയിൽ, വീടുകളിൽ വാർദ്ധക്യ സഹജമായ പ്രയാസങ്ങളിലുമൊക്കെയുള്ള പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവരുടെയും നല്ല ഉദ്ദേശങ്ങളെ സഫലമാക്കി കൊടുക്കുമാറാവട്ടെ. പ്രയാസങ്ങളെ അല്ലാഹു തആല ദൂരീകരിച്ച് അനുഗ്രഹിക്കുമാറാവട്ടെ. രോഗങ്ങളെ അല്ലാഹു ശിഫയാക്കി കൊടുത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ആരോഗ്യ പ്രയാസങ്ങളുള്ളവർക്ക് അല്ലാഹു തആല ആഫിയത്തും തൗഫീഖും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ, ഞങ്ങളുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, സഹോദരങ്ങൾ, സഹോദരിമാർ, ഞങ്ങളുടെ ഇണകൾ, ഞങ്ങളുടെ ഗുരുനാഥന്മാർ, പണ്ഡിതന്മാർ, നേതാക്കന്മാർ, ഞങ്ങളുടെ മഹലിൽ നിന്നൊക്കെ മരണപ്പെട്ടു പോയ പ്രിയപ്പെട്ടവർ, അല്ലാഹുവേ എല്ലാവർക്കും നീ മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അല്ലാഹുവേ, അവരുടെ ഖബർ ജീവിതം നീ വെളിച്ചവും വിശാലവുമാക്കി കൊടുക്കണേ റഹ്മാനെ. അല്ലാഹുവേ, നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ അവരെയും ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളോട് ഒന്നിച്ച് നീ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണമേ റഹ്മാനെ. മാരകമായ രോഗങ്ങളിൽ നിന്ന്, മാറാ രോഗങ്ങളിൽ നിന്ന്, പകർച്ചവ്യാധികളിൽ നിന്ന്, കഠിനമായ പരീക്ഷണങ്ങളിൽ നിന്ന്, കണിശമായ നിന്റെ വിചാരണകളിൽ നിന്ന്, കത്തിജ്വലിക്കുന്ന നരകത്തിൽ നിന്ന് റഹ്മാനും റഹീമുമായ നാഥ, ഞങ്ങളെയും പ്രിയപ്പെട്ടവരെയും ഒക്കെ നീ കാത്തു രക്ഷിക്കണമേ റഹ്മാനെ. എല്ലാവിധ ഫിത്തനകളിൽ നിന്നും ഫസാദുകളിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും ഞങ്ങളുടെ ദീനിനെയും ഞങ്ങളുടെ ഉമ്മത്തിനെയും ഈ നാടിനെയും രാജ്യത്തെയും ഒക്കെ നീ കാത്തു രക്ഷിക്കണമേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ പഠനത്തിലും ഞങ്ങളുടെ പരീക്ഷകളിലും ഞങ്ങളുടെ ജോലികളിലും ഞങ്ങളുടെ കച്ചവടത്തിലും ഞങ്ങളുടെ കുടുംബജീവിതത്തിലും ഞങ്ങളുടെ യാത്രകളിലും ഒക്കെ നീ ധാരാളം ഖൈറും ബർക്കത്തും നൽകി നീ അനുഗ്രഹിക്കണമേ റഹ്മാനെ. മാനസികമായി വിഷമിക്കുന്നവർ, ശാരീരികമായി പ്രയാസപ്പെടുന്നവർ, സാമ്പത്തികമായി ഞെരുക്കം അനുഭവിക്കുന്നവർ, അല്ലാഹുവേ എല്ലാവരുടെയും പ്രയാസങ്ങൾ നീ ദൂരീകരിച്ചു കൊടുക്കണം റഹ്മാനെ. ധാരാളം സതുദ്ദേശങ്ങളോടെ ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു നാഥ. ഞങ്ങളുടെ പ്രാർത്ഥനകൾ നീ സ്വീകരിക്കണേ റഹ്മാനെ. ഉത്തരം നൽകി നീ അനുഗ്രഹിക്കണമേ റഹ്മാനെ.
പരിശുദ്ധ ഹജ്ജിനും ഉംറക്കുമായി നിയ്യത്താക്കിയ നമ്മുടെ സഹോദരന്മാർ പ്രാർത്ഥിക്കണമെന്ന് ആവശ്യപ്പെട്ടവരുണ്ട്. അള്ളാഹുവേ, ഞങ്ങൾക്കൊക്കെ മഖബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയും ഒക്കെ നിർവഹിക്കാനുള്ള തൗഫീക്ക് നൽകി നീ അനുഗ്രഹിക്കണമേ റഹ്മാനെ. അതിന് ഒരുങ്ങിയവരുടെ ഉദ്ദേശങ്ങളെ നീ പൂർത്തീകരിച്ച് അനുഗ്രഹിക്കണമേ റഹ്മാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا وأجر والدينا من النار، اللهم ادخلنا الجنة مع الأبرار. اللهم أنت ولينا في الدنيا والآخرة، توفنا مسلمين وألحقنا بالصالحين. ربنا هب لنا من أزواجنا وذرياتنا قرة أعين وجعلنا للمتقين إماما. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.